നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2025 ഫെബ്രുവരി മാസം 12-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് ഉയർന്ന താപനില കണക്കിലെടുത്തുകൊണ്ട് ജോലി സമയം പുനഃക്രമീകരിച്ച് ലേബർ കമ്മീഷണർ ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുകയാണ്. ഫെബ്രുവരി മാസം 11 മുതൽ മെയ് മാസം 10 വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെയുള്ള സമയം തൊഴിലാളികൾക്ക് വിശ്രമം നൽകണമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. തൊഴിലാളികൾക്ക് സൂര്യാഘാതം ഏൽക്കാനുള്ള സാഹചര്യം കണക്കിലെടുത്താണ് നടപടി. രാവിലെ 7-നും വൈകിട്ട് 7-നും ഇടയിൽ 8 മണിക്കൂറാക്കി ജോലി സമയം ക്രമീകരിക്കണമെന്നാണ് ലേബർ കമ്മീഷണറുടെ നിർദ്ദേശം. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായിട്ട് സംസ്ഥാന ദുരന്തനിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകും. നിർമ്മാണ മേഖലയിലും റോഡ് നിർമ്മാണ ജോലിക്കാർക്കിടയിലും കർശനമായിട്ട് സമയക്രമീകരണം നടപ്പാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പകൽ 11 മുതൽ 3 വരെയുള്ള സമയം നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ ഫെബ്രുവരി മാസം 15-ാം തീയതി മെഗാ റിക്രൂട്ട്മെന്റുകൾ, ജോബ് ഫെയറുകളൊക്കെ തന്നെ ആരംഭിക്കുകയാണ്. വിജ്ഞാന കേരളം എന്ന് പറയുന്ന സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് മെഗാ ജോബ് ഫെയർ ആലപ്പുഴയിൽ സംഘടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രയുക്തി തൊഴിൽമേള കൊച്ചിയിലും സംഘടിപ്പിക്കുന്നുണ്ട്. കുസാറ്റി ക്യാമ്പസിലായിരിക്കും തൊഴിൽമേള സംഘടിപ്പിക്കുന്നത്. ഇനി അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലയിലെ SD കോളേജിൽ വെച്ചാണ് മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നത്. 4.5 ലക്ഷത്തോളം വരുന്ന ഒഴിവുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ്, 500-ൽ പരം തൊഴിൽ ദാതാക്കൾ പങ്കെടുക്കുന്ന മെഗാ റിക്രൂട്ട്മെന്റ് ആണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതിന് മുൻപ് തന്നെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട്. മറ്റ് വിശദവിവരങ്ങൾക്കായിട്ട് ജില്ലാ കളക്ടർമാരുടെ ഫേസ്ബുക്ക് പേജ് എല്ലാവരും ഒന്ന് സന്ദർശിക്കുക. അറിയിപ്പുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം യോഗ്യതയുള്ളവർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് തൊഴിൽമേളയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ആലപ്പുഴ ജില്ലയിലെ മെഗാ ജോബ് ഫെയറിൽ മറ്റു ജില്ലകളിലുള്ളവർക്കും പങ്കെടുക്കുവാൻ അവസരമുണ്ടായിരിക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. കഴിഞ്ഞ ജനുവരി മാസമൊക്കെ തന്നെ നമുക്ക് 3200 രൂപ വരെ പെൻഷൻ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ആനുകൂല്യം മുടങ്ങാതെ അക്കൗണ്ടിലും കൈകളിലും ലഭിച്ചവർ ഈ പ്രധാന അറിയിപ്പ് ശ്രദ്ധിക്കുക. സർക്കാരിന്റെ പുതിയ അറിയിപ്പുകൾ ഈ സമയത്ത് വരുന്നുണ്ട്. അതായത് വരുന്ന മാസം മുതലൊക്കെ കർശന പരിശോധനകൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അതായത് സോഷ്യൽ ഓഡിറ്റിംഗ് പോലെയുള്ള വിവിധ പരിശോധന നടപടികൾ ആരംഭിക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നമ്മുടെ വീടുമായി ബന്ധപ്പെട്ടുള്ള പരിസരം, അതോടൊപ്പം തന്നെ നമ്മുടെ ഭൗതിക നിലവാരം, വിവിധ അർഹതാ മാനദണ്ഡങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് പരിശോധനാ വിധേയമാക്കുന്നതായിരിക്കും. ഒരുപാട് ആളുകൾ പുറത്താക്കപ്പെടാനാണ് സാധ്യത. കാരണം ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഒരുപാട് ആളുകൾ അഭിവൃദ്ധി പ്രാപിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന പരിശോധനയ്ക്കായിട്ട് സർക്കാർ ഇപ്പോൾ തുനിയുന്നത്. ഇനി അത് മാത്രമല്ല, വിവിധ മേഖലകളിൽ അതായത് സർക്കാർ ജീവനക്കാർ തന്നെ അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങിയിരുന്നുവെന്ന് കണ്ടതിനെ തുടർന്നങ്ങോട്ട് പരിശോധനകൾ കർശനമാക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ധനസഹായം കൂടി ചേർത്ത് 1600 രൂപ ലഭിക്കുന്ന 8 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ നമ്മുടെ സംസ്ഥാനത്ത് വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർക്കൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വീതം കൂടി ചേർത്ത് ചിലർക്ക് ലഭിക്കുന്നത്. അങ്ങനെ തുടർച്ചയായിട്ട് ആനുകൂല്യം മുടങ്ങുന്നവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ എത്തിച്ചേർന്നുകൊണ്ട് ബന്ധപ്പെട്ട പുതുക്കൽ നടപടികൾ ചെയ്യണമെന്ന അറിയിപ്പ് ഇപ്പോൾ വിവിധ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കുകയും ആ ലിസ്റ്റ് കൃത്യമായിട്ട് പ്രസിദ്ധീകരിക്കുകയും അങ്ങനെയുള്ളവർ നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ആധാർ കാർഡുമായി എത്തി ഈ വെരിഫിക്കേഷൻ നിർവഹിക്കേണ്ടതാണ്. അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ചൊവ്വാഴ്ച ഫെബ്രുവരി 11-ാം തീയതി വമ്പൻ കുതിപ്പ് രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ കാര്യമായിട്ടുള്ള കുറവ് രേഖപ്പെടുത്തി. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 8010 രൂപയും പവന് 64,080 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.